ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ മല്ലപ്പള്ളിക്കടുത്ത് പെരുമ്പട്ടി അവിടെ അത്യാലിൽ എന്ന സ്ഥലത്തുകൂടെ യാത്ര ചെയ്തു. നാട്ടിൽ വന്നപ്പോൾ അത്യാലിൽ അത് ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസൻ്റെ സ്ഥലമാണ്. അത്യാലിൽ അച്ഛൻ ആദ്യമായി നേപ്പാളിലേക്ക് സുവിശേഷവുമായി കടന്നുപോയ ദൈവദാസൻ സാധു സുന്ദർ സിംഗ് 1930 മാരാമണ്ണ് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഒരു മിഷൻ ചലഞ്ച് നടത്തി, ഒരു മിഷൻ വെല്ലുവിളി. നേപ്പാൾ സുവിശേഷത്തിനായി തുറക്കപ്പെട്ടിട്ടില്ല, നേപ്പാളിന് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് തൻ്റെ മടിയിലിരുന്ന കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു മാതാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, നേപ്പാളിന് വേണ്ടി എൻ്റെ മകനെ ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ആ സമർപ്പണം അതവർ മറന്നില്ല. അവരുടെ പൈതലിന് അത് അവർ പറഞ്ഞു കൊടുത്തു. അവനത് മനസ്സിൽ വെച്ചുകൊണ്ട് വളർന്നു. ആ കുഞ്ഞ് ഒരു വൈദികനായി. 1952 ആദ്യത്തെ മിഷനറി, നേപ്പാൾ രാജ്യത്തിലേക്ക് കടന്നു പോകുന്ന ആദ്യത്തെ മിഷനറി മല്ലപ്പള്ളിക്കടുത്ത പെരുമ്പട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലെ അത്യാലിൽ എന്ന വളരെ വളരെ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നും ആദ്യത്തെ സുവിശേഷകൻ ഇതാ കയ്യിൽ പണമില്ലാതെ, നേപ്പാളിൽ ബന്ധങ്ങളില്ലാതെ, നേപ്പാളിൽ 10 വിശ്വാസികൾ ക്രിസ്ത്യാനികൾ പോലുമില്ലാത്തപ്പോൾ ആ സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് താമസിക്കുവാൻ സ്ഥലമില്ല, ഭക്ഷിക്കുവാൻ ഭക്ഷണമില്ല, കയ്യിൽ പണമില്ല. എന്നാൽ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ആഗ്രഹത്തോടെ കടന്നുപോയ ആ മനുഷ്യൻ ദൈവം തന്നെ ഉപയോഗിച്ചു. അദ്ദേഹം അവിടെ സുവിശേഷം പങ്കുവെച്ചു. ദൈവകൃപയാൽ ഇന്നത്തെ സ്ഥിതി 10 വിശ്വാസികൾ, ഒരുപക്ഷെ 5 ക്രിസ്ത്യാനികൾ ഇല്ലാതിരുന്ന സ്ഥലം. സി.കെ. അത്യാലിൽ അച്ഛൻ്റെ മകൻ ഡോക്ടർ യേശുദാസുമായി സംസാരിച്ചു. ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചേട്ടനാണ് നേപ്പാളിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഭവനത്തിൽ ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞ്. അങ്ങനെയൊരു സ്ഥലത്ത് ഇന്ന് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, വിശ്വാസത്തിൻ്റെ ഫലം, സമർപ്പണത്തിൻ്റെ ഫലം, മിഷൻ പ്രവർത്തനത്തിൻ്റെ ഫലം, ഒരു അമ്മയുടെ സമർപ്പണത്തിൻ്റെ ഫലം, ഒരു മകൻ്റെ സമർപ്പണത്തിൻ്റെ ഫലം, ദർശനം പങ്കുവയ്ക്കുന്ന ഒരു ദൈവദാസൻ്റെ മിഷൻ വെല്ലുവിളിയുടെ ഫലം. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? സുവിശേഷരഹിത സ്ഥലങ്ങളെ പറ്റിയുള്ള ഒരു ദർശനം നമുക്കുണ്ടോ? നമുക്ക് നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാകണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ദാസൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതുകൊണ്ട് ഞാൻ കഷ്ടത അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? അത് വളരെ രസകരമായ അനുഭവമായതുകൊണ്ടല്ല, മറിച്ച് അത്തരമൊരു കഷ്ടതയെ ഇഷ്ടപ്പെടാത്ത ജീവിതം അത് ക്രിസ്തീയ ജീവിതമല്ല. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്. അതെ, ക്രിസ്തീയ ജീവിതം എന്നത് പച്ച പുൽമേടുകളിലേക്കുള്ള ഒരു യാത്രയല്ല, അത് കഷ്ടതയുടെ, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ യാത്രയാണ്. ത്യാഗത്തിൻ്റെ യാത്ര. അങ്ങനെ ത്യാഗമാകുവാൻ സമർപ്പിക്കുമ്പോൾ രാജ്യങ്ങൾ, ഇതാ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു രാജ്യത്തിലേക്ക് സുവിശേഷം എത്തുന്നു. അവിടെ ആ പ്രദേശം മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ സ്നേഹിതൻ ടോമി ബ്രദറുമായി നേപ്പാളിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഇന്ന് നേപ്പാളിൻ്റെ സകല പ്രദേശത്തും സുവിശേഷം എത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ സമർപ്പണത്തിൻ്റെ ഫലം. നമുക്കും അങ്ങനെയുള്ള സമർപ്പണം ഉണ്ടാകട്ടെ, നമുക്കും അങ്ങനെയുള്ള ദർശനം ഉണ്ടാകട്ടെ, നമുക്കും
രാജ്യങ്ങളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ, അതിനെ സ്വാധീനിക്കുവാൻ നമ്മളെയും നമ്മുടെ സഭകളെയും നമ്മുടെ തലമുറകളെയും ദൈവം ഉപയോഗിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, അവസരങ്ങൾ ഉപയോഗിക്കാം. അത്യാലിൽ സ്വർഗത്തിൽ പ്രസിദ്ധമാണ്. സ്വർഗത്തിൽ അത്യാലിൽ പ്രസിദ്ധമാണ്. കാരണം ഇതാ, അത്യാലിൽ നിന്നും ഒരു മനുഷ്യൻ സുവിശേഷവുമായി നേപ്പാളിലേക്ക് പോയപ്പോൾ ആ രാജ്യം സുവിശേഷീകരിക്കപ്പെടുന്നു. ഗാഡ് ബ്ലസ് യു.